നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. പഴമക്കാർ പറയും പണ്ടൊക്കെ പിന്നെ. ഇപ്പോൾ ഈ കമ്പ്യൂട്ടർ യുഗം ആയതുകൊണ്ടായിരിക്കാം എല്ലാം പെട്ടെന്നാണ് നടക്കുന്നത്. കാക്കയെ പോലെ കറുത്തവൻ, അവൻ യവൻ, കാല് കവച്ച് വയ്ക്കുന്നവൻ, എന്തൊക്കെ പറയാമോ. ഒരു സ്ത്രീയുടെ വായിൽ നിന്ന്, അല്ലെങ്കിൽ കലാകാരി പോട്ടെ, ഒരു സ്ത്രീയുടെ വായിൽ നിന്ന് ഒരിക്കലും വരാൻ പാടില്ലാത്ത ഒരുപാട് മോശത്തരങ്ങൾ നിങ്ങളെല്ലാം മറന്നിരിക്കാൻ വഴിയില്ല. RLV രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ കലാഭവമണിയുടെ അനുജനെ ഒരു പെണ്ണുമ്പിള്ള തിരുവനന്തപുരത്ത് ചാനലിൻ്റെ മുമ്പ് വന്നിരുന്നു വിളിച്ച തെറി നിങ്ങൾക്കറിയാം. പാവം ആ ചെറുപ്പക്കാരൻ കണ്ണ് നിറഞ്ഞ് താൻ ജനിച്ചു പോയത് ഒരു സവർണ വർഗത്തിലല്ലാത്തതിൻ്റെ പേരിൽ എൻ്റെ അച്ഛനെ പോലെയല്ലേ ഞാനിരിക്കൂ, എൻ്റെ അച്ഛൻ കറുത്തവനാണെങ്കിൽ ഞാനും കറുത്തവനാണ്, ആ നിറത്തിനെ പോലും, തൊലിയിലെ നിറത്തിനെ പോലും അവഹേളിക്കുന്ന തരത്തിൽ ആ ചെറുപ്പക്കാരൻ ആരാണ് എന്ന് പോലും ആലോചിക്കാതെ ഒരുപാട് അവഹേളിച്ചു. അതിൻ്റെ ഫലം ആ പെണ്ണുമ്പോൾ അനുഭവിച്ചു. ഇവരെയൊക്കെ ഇങ്ങനെ കലാകാരിയായി എന്നാണ് ആലോചിക്കുന്നത്. അതുപോട്ടെ, കലാമണ്ഡലം എന്നുള്ള കെയർ ഓഫ് വെച്ചിട്ട് പിള്ളേരെ ഡാൻസ് പഠിപ്പിച്ച് ഇവിടുന്ന് ആയിരങ്ങൾ ഉണ്ടാക്കുന്ന സ്ത്രീക്ക് പെട്ടെന്ന് ഒരുപാട് കാശ് വന്ന് കയറുമ്പോൾ ഒരു ഹൂങ്കിലാണ് അങ്ങനെയൊക്കെ പറഞ്ഞത്. ശരിക്കും അനുഭവിച്ചു അവർ. ഇപ്പോൾ ഇതാ പുതിയ വാർത്ത വരുന്നു. അതാണ് ഞാൻ പറഞ്ഞത് പണ്ടൊക്കെ പിന്നെയെന്ന്. പുതിയ വാർത്ത വളരെ സന്തോഷകരമായൊരു വാർത്തയാണ്. കേരള കലാമണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യ മലയാള ഭരതനാട്യ അധ്യാപകനായി, അണ്ടർലൈനിട്ട് കേൾക്കണം, ഇനി നാളെ മാറ്റി പറയരുത്, ആദ്യ മലയാള ഭരതനാട്യ അധ്യാപകൻ. മുമ്പ് ഇവിടെ ആണുങ്ങളുണ്ടായിരുന്നു, പക്ഷേ അവർ തമിഴരായിരുന്നു. അധ്യാപകനായി RLV രാമകൃഷ്ണനെ നിയമിച്ചു. ഭരതനാട്യ വിഭാഗം അസിസ്റ്റൻ്റ് പ്രൊഫസറായി ഇക്കഴിഞ്ഞ മെനിങ്ങാന്ന് വ്യാഴാഴ്ച രാമകൃഷ്ണൻ ജോലിയിൽ പ്രവേശിച്ചു. വലിയ അഭിമാനവും സന്തോഷവും എന്നാണ് പുതിയ ജോലിയെക്കുറിച്ച് രാമകൃഷ്ണനോട് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി. കലാമണ്ഡലത്തിൻ്റെ തുടക്കകാലത്ത് ARR ഭാസ്കർ, രാജരത്നം മാസ്റ്റർ എന്നീ തമിഴ്നാട്ടുകാർ അധ്യാപകരായി ഉണ്ടായിരുന്നു കലാമണ്ഡലത്തിൽ. അതിനുശേഷം വരുന്ന പുരുഷ അധ്യാപകനാണ് RLV രാമകൃഷ്ണൻ. 1996 തൃപ്പൂണിത്തുറ RLV കോളേജിൽ നിന്ന് മോഹിനിയാട്ടം പഠിച്ച രാമകൃഷ്ണൻ 4 വർഷത്തെ ഡിപ്ലോമയും പോസ്റ്റ് ഡിപ്ലോമയും കരസ്ഥമാക്കി. MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മോഹിനിയാട്ടത്തിൽ MA 1ാം റാങ്കോടെ പാസ്സായി. കേരള കലാമണ്ഡലത്തിൽ നിന്ന് തന്നെ പെർഫോമിംഗ് ആർട്സിൽ MPhil ടോപ്പ് സ്കോററായിരുന്നു. കലാമണ്ഡലത്തിൽ നിന്ന് തന്നെ PhD ഡോക്ടറേറ്റ് പൂർത്തിയാക്കി, നെറ്റിൻ്റെ യോഗ്യത നേടി. ഇപ്പോൾ ഇതാ കലാമണ്ഡലത്തിലെ അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ട്. ഇനിയെങ്കിലും അയാൾ അവഹേളിച്ച ആ പെണ്ണുമ്പിള്ള പറ, മോഹിനിയാട്ടവും ഭരതനാട്യവും ഒക്കെ പെണ്ണുങ്ങൾക്ക് മാത്രമാണോ, അല്ലെങ്കിൽ ഉള്ളവർക്ക് മാത്രമാണോ? ആണ് എന്നാണല്ലോ ഈ സ്ത്രീ പറഞ്ഞത്. അല്ല എന്ന് കാലം തെളിയിച്ചു കൊടുക്കുന്നു. അവരുടെ മുമ്പ് വെച്ച് തന്നെ RLV രാമകൃഷ്ണൻ കലാമണ്ഡലത്തിൻ്റെ അസിസ്റ്റൻ്റ് പ്രൊഫസറായി. ഈ പെണ്ണുമ്പിള്ളയ്ക്കൊന്ന് 7 ജമ്മു എടുത്താൽ അസിസ്റ്റൻ്റ് പ്രൊഫസർ ആവാക്കില്ല, ആരുടെയും എഴുത്തുമാനും പഠിക്കണ്ടേ. എന്തായാലും ഒരുപാട് അഭിനന്ദനങ്ങൾ രാമകൃഷ്ണ. നിങ്ങൾക്ക് കിട്ടിയ ഈ പോസ്റ്റിൽ നിന്ന് നിങ്ങൾ വളർന്ന് ഒരു വലിയ കലാകാരനായി വളരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ചമ്പകപുഷ്പസുവാനങ്ങൾ താഴിക ചൂടിയ രാവിൽ വളരുന്നു ഹൃദയമോ ജാതിഭേദം നെറ്റിയിൽ പൂള്ള ശുഭരാത്രി. ഇന്ന് ഞാൻ പറയുന്നത് തമിഴ് അച്ഛനമ്മമാർക്ക് ജനിച്ച് തെലുങ്കാനയിൽ ജീവിച്ച്
മലയാള സിനിമാ സംഗീത സംവിധായകനായി മാറിയ എം.പി. ശ്രീനിവാസൻ എന്ന് പറഞ്ഞ പ്രതിഭയെക്കുറിച്ചാണ്. ഞാൻ തപ്പി നോക്കിയപ്പോൾ നമ്മുടെ യൂട്യൂബിലൊന്നും അദ്ദേഹത്തെക്കുറിച്ച് അങ്ങനെ വിശേഷപ്പെട്ട പ്രോഗ്രാമുകളൊന്നുമില്ല. ഇപ്പോൾ ഒരു വട്ടം കൂടി എന്നെ ഓർമ്മകൾ മെയ്യുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം എന്നുള്ള കുറുപ്പ് സാറിൻ്റെ മനോഹരമായ വരി സംവിധാനം ചെയ്തത് ട്യൂൺ ചെയ്തത് അദ്ദേഹമാണ്. അല്ലെങ്കിൽ ഭരതമുനി ഒരു കളം വരച്ചു എന്ന് പറഞ്ഞ് യവനികയിലെ പാട്ട് കമ്പോസ് ചെയ്തത് അദ്ദേഹമാണ്. അല്ല എങ്കിൽ യേശുദാസിനെ കൊണ്ട് ആദ്യമായി കാൽപ്പാടുകൾ എന്ന് പറഞ്ഞ സിനിമയിൽ പാടിച്ചത് എം.പി. ശ്രീനിവാസനാണ്. വയലാർ രാമവർമ്മ പൂർത്തിയാകാതെ എഴുതി വച്ചിട്ട് പോയ അവസാനത്തെ പാട്ട് കമ്പോസ് ചെയ്തത് എം.പി. ശ്രീനിവാസനാണ്. അസംഘടിതരായ മ്യൂസിഷ്യന്മാരെ കിട്ടുന്ന പൈസ അന്നന്ന് വെള്ളമടിച്ച് കോട് തിരിഞ്ഞ് നടന്നിരുന്ന മ്യൂസിഷ്യന്മാരെ സംഘടിപ്പിച്ച് ഒരു വലിയ ട്രേഡ് യൂണിയൻ ഉണ്ടാക്കി മാതൃക കാണിച്ചു കൊടുത്ത ട്രേഡ് യൂണിയൻ നേതാവാണ് എം.പി. ശ്രീനിവാസൻ. ജോൺ അബ്രഹാമിൻ്റെ അഗ്രഹാരത്തിൽ കഴുത എന്ന് പറയുന്ന സിനിമയിലെ നായക വേഷം ചെയ്ത ആളാണ് എം.പി. ശ്രീനിവാസൻ. പക്ഷേ മലയാളി പോലും അർഹിക്കുന്ന രീതിയിൽ അദ്ദേഹത്തെ കണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നേ പറയാൻ കഴിയൂ. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഞാൻ പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലിലും ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കണ്ടില്ല. ഒരു ന്യൂസ് ചാനലുകളിലും അദ്ദേഹത്തെക്കുറിച്ചൊരു പ്രോഗ്രാം കണ്ടില്ല. ആ കുറവ് നികത്താനാണ് നമ്മളിന്ന് എം.പി. ശ്രീനിവാസനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. 1940 ജനുവരി 10 വെളുപ്പിന് 3:30 അഗസ്റ്റിൻ ജോസഫിൻ്റെയും ഏലിക്കുട്ടിയുടെയും രണ്ടാമത്തെ കുട്ടിയായി യേശുദാസ് എന്ന നമ്മുടെ പ്രിയപ്പെട്ട ഗാനഗന്ധർവൻ ഫോർട്ട് കൊച്ചി ഗവൺമെൻറ് ആശുപത്രിയിൽ ജനിച്ചത്. സംഗീത ലോകമാണ് തൻ്റെ മകന് പറ്റിയ വഴിയെന്ന് ദീർഘവിഷമുള്ള അച്ഛൻ കണ്ടെത്തി. അദ്ദേഹം മറ്റ് മക്കളെയോ മോളെയോ ഒന്നും സംഗീത വഴിയിലെത്തുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ എന്തുകൊണ്ടോ തൻ്റെ രണ്ടാമത്തെ മകൻ, അല്ലെങ്കിൽ രണ്ടാമത്തെ മകനാണ്, മൂത്തതൊരു ചേച്ചിയായിരുന്നു, കൊച്ചു പ്രായത്തിൽ മരിച്ചുപോയി. സംഗീതം പഠിക്കാൻ യേശുദാസിനെ അയച്ചു. 1960 ജൂണിൽ ആ വർഷത്തെ ഗാനഭൂഷണം ഫലം വന്നു. തിരുവനന്തപുരം, തൃപ്പൂണിത്തുറ, പാലക്കാട്. അക്കാലത്ത് 3 മ്യൂസിക് കോളേജുകളുള്ളത്. ഈ 3 സംഗീത അക്കാദമികളിലെയും പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളിൽ നിന്ന് 1ാം റാങ്കും 1ാം ക്ലാസ്സും നേടി കെ.ജെ. യേശുദാസ് എന്ന പയ്യൻ ജയിച്ചു. ഒരു നാൾ 2 യുവാക്കൾ യേശുദാസിനെ കാണാൻ അന്വേഷിച്ചു വന്നു. ഒരാളെ യേശുദാസിന് അറിയാം. നാടക പിന്നണി ഗാനാലാപന രംഗത്ത് ശ്രദ്ധേയനായ വൈക്കം ചന്ദ്രനാണ് ഒരാൾ. വൈക്കം ചന്ദ്രൻ കൂടെ വന്ന അപരനെ പരിചയപ്പെടുത്തി. ഇത് ഫിലിം ഡയറക്ടർ കെ.എസ്. ആൻ്റണി. മൂവരും കൂടി ഉള്ള സ്ഥലത്തിരുന്നു. കെ.എസ്. ആൻ്റണിയാണ് തുടക്കമിട്ടത്. വന്നതിൻ്റെ ഉദ്ദേശം, ഞാനൊരു പുതിയ സിനിമ പിടിക്കുന്നു, ആ സിനിമയിൽ പാടാൻ പുതിയ ശബ്ദം വേണമെന്ന് ഞാൻ ചന്ദ്രനോട് പറഞ്ഞു. ചന്ദ്രനാണ് താങ്കളെപ്പറ്റി പറഞ്ഞത്. ഏതെങ്കിലും ഒരു 2 പാട്ട് പാടാമോ? അതിനെന്ത്? യേശുദാസ് ആ ഇരിപ്പിൽ ഇരുന്ന് ഒരു ഹിന്ദി ഗാനവും മലയാളത്തിലെ ഒരു ലളിതഗാനവും ഒരു ശാസ്ത്രീയ ഗാനവും പാടി. അത്ഭുത ഭാവത്തോടെ കെ.എസ്. ആൻ്റണി പാട്ടുകളെല്ലാം കേട്ടിരുന്നു. എന്തുകൊണ്ടോ കെ.എസ്. ആൻ്റണി ഗായകൻ്റെ ആലാപനത്തെക്കുറിച്ച് അഭിപ്രായമൊന്നും പറഞ്ഞില്ല. ചിലപ്പോൾ അദ്ദേഹത്തിന് പാട്ടുകളെക്കുറിച്ച് അഭിപ്രായം പറയാൻ കഴിയില്ല എന്നുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഞാനല്ലല്ലോ പാട്ടുകളെക്കുറിച്ച് പറയേണ്ടത്, എൻ്റെ പടത്തിൽ സംഗീത സംവിധാനം നിർവഹിക്കാൻ വരുന്ന ആളല്ലേ പറയേണ്ടതെന്ന് വിചാരിച്ചു കാണും. അപ്പോൾ യേശുദാസ് ചോദിച്ചു, ആരാ നിർമ്മാണം? ഒരു രാമൻ നമ്പ്യത്തും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരുമാണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. ഇവർ ശ്രീനാരായണ പ്രൊഡക്ഷൻസ് എന്നൊരു ബാനർ ഉണ്ടാക്കി സിനിമ തുടങ്ങുന്നു. ശ്രീനാരായണ ഗുരുവിനെ പറ്റിയാണ് സിനിമ. കഥ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ഉടനെ ഷൂട്ടിംഗ് തുടങ്ങും. ആരാകും സംഗീത സംവിധായകൻ? അത് എം.പി. ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ആളാണ്. ഞാനിപ്പോൾ ഉറപ്പതും പറയുന്നില്ല. അവസാന വാക്ക് എം.പി. ശ്രീനിവാസൻ്റേതാണ്. സന്തോഷവാനായി ഈ പറയുന്ന വൈക്കം ചന്ദ്രനും കെ.എസ്. ആൻ്റണിയും യാത്രയായി. പിന്നെ ആ സിനിമയെപ്പറ്റി ഒരു വിവരവും അറിഞ്ഞതേയില്ല. ഫോർട്ട് കൊച്ചിക്കാരനായ അഗസ്റ്റിൻ ജോസഫും നാടകങ്ങളിൽ ഹാർമോണിയം വായിക്കുന്ന എം.കെ. അർജുനൻ എന്ന പക്കമേളക്കാരനും നല്ല പരിചിതരാണ്. നാടകത്തിൽ അർജുനൻ്റെ വിരലുകളിലൂടെ ഒഴുകി വരുന്ന ഹാർമോണിയത്തിൻ്റെ ശ്രവണസുന്ദരമായ ആലാപനം അഗസ്റ്റിൻ ജോസഫിന്
ഒരുപാട് ഇഷ്ടമായിരുന്നു. ഒപ്പം സന്യാസ തുല്യനായ അദ്ദേഹത്തിൻ്റെ സ്വഭാവവും ഇഷ്ടമായിരുന്നു. നാട്ടുകാരനായ ഡോക്ടർ വത്സലൻ വിദേശ രാജ്യങ്ങളിലൊക്കെ പ്രാക്ടീസ് ചെയ്തിരുന്ന ആളായിരുന്നു. ഡോക്ടർ വത്സലൻ ഗ്രാൻഡിങ് ടേപ്പ് എന്ന് പറഞ്ഞ റെക്കോർഡർ കൊണ്ടുവന്നിരുന്നു വിദേശത്തെവിടെ പോയപ്പോൾ. കേരളത്തിലോ ഇന്ത്യയിലൊന്നും ഇല്ല. അർജുനൻ ടൂണിട്ട ഒരു പാട്ട് ഈ ഗ്രാൻഡിങ് ടേപ്പിൽ യേശുദാസിനെ കൊണ്ട് പാടിച്ചു. ആദ്യമായി യേശുദാസ് സ്വന്തം ശബ്ദം റെക്കോർഡ് ചെയ്ത് കേട്ടത് ഈ അർജുന മാഷിൻ്റെ പാട്ടാണ്. അർജുന മാഷ് ഒരിടത്തും അത് പറയാറില്ല. നമ്മളെല്ലാവരും യേശുദാസിനെ എം പി ശ്രീനിവാസൻ്റെ ജാതിഭേദം മതദ്വേഷം എന്നുള്ള നാരായണ ഗുരുവിൻ്റെ 4 വരികൾ എം പി ശ്രീനിവാസൻ പാടിച്ചു എന്നാണ് പറയാറ്. പക്ഷെ അതല്ല സത്യമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അടുത്ത കാലത്ത് യേശുദാസാണ് ഈ വിവരം പുറത്തു പറഞ്ഞത്. മാസങ്ങൾക്കിപ്പുറം തിരുവനന്തപുരം സ്വാതിരുന്നാൾ സംഗീത കോളേജിൽ യേശുദാസ് പഠിക്കുകയാണ്. പോർട്ടിക്കോയിൽ യേശുദാസ് എന്തോ ആലോചിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടുത്തെ അധ്യാപകനായ ഡാൻസർ മാധവ് മാസ്റ്റർ ഒരാളോടൊപ്പം യേശുദാസിനെ വന്ന് കണ്ടു. മാസങ്ങൾക്ക് മുമ്പ് തന്നെ വന്ന് കണ്ട KS ആൻ്റണിയാണ് അതെന്ന് യേശുദാസിന് മനസ്സിലായി. പക്ഷേ മാധവ് മാസ്റ്റർ ചോദിച്ചു, ദാസിന് അറിയാമോ ഇദ്ദേഹത്തെ? അറിയാം, ഞങ്ങൾ തൃപ്പൂണിത്തുറയിൽ വെച്ച് വൈക്കം ചന്ദ്രനോടൊപ്പം പരിചയപ്പെട്ടിരുന്നു. അതുതന്നെ, ദാസിന് നല്ല ഓർമ്മയാണല്ലോ. അന്ന് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? സിനിമയുടെ കാര്യം? അതെ, സിനിമയുടെ കാര്യം തന്നെ. അത് പറയാനാണ് ഞാൻ വന്നത്. സംഗീത സംവിധായകനുമായി ദാസിൻ്റെ കാര്യം ഞാൻ സംസാരിച്ചു. അദ്ദേഹത്തിന് ദാസിൻ്റെ ശബ്ദം കേട്ടാൽ കൊള്ളാം എന്ന് പറയുന്നു. അടുത്ത മാസം അദ്ദേഹം തൃശ്ശൂർ വരും. അന്ന് ഞാൻ പറഞ്ഞില്ലേ, ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കഥയാണ് കാൽപ്പാടുകൾ എന്നാണ് ചിത്രത്തിന് പേര്. അപ്പോൾ ഞാൻ സംഗീത സംവിധായകൻ തൃശ്ശൂർ വരുമ്പോൾ അറിയിക്കാം. ആൻ്റണി പിരിഞ്ഞു. ഒരു നാൾ യേശുദാസിനെ തേടി ഒരു ടെലിഗ്രാം വന്നു. അടുത്ത തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പീച്ചി ഹൗസിൽ മ്യൂസിക് ഡയറക്ടർ ശ്രീനിവാസനെ കാണുക, KS ആൻ്റണി. ഇത്രയാണ് ടെലിഗ്രാമിലുള്ളത്. പീച്ചി ഹൗസിൽ യേശുദാസും അച്ഛനും MP ശ്രീനിവാസനെ കണ്ടു. കണ്ണട ധരിച്ച ദീർഘകായനായ വലിയ നല്ല ഹൈറ്റുള്ള ആളാണ്. എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് സത്യജിത്രയും MP ശ്രീനിവാസനുമാണെന്ന് തോന്നുന്നു. മലയാള സിനിമയിൽ ഇത്രയും ഹൈറ്റുള്ള ആളുകൾ. സംഗീത സംവിധായകനെ കണ്ടു. ഒറ്റ നോട്ടത്തിൽ MP ശ്രീനിവാസന് തോന്നിയത് ഈ കൊച്ചു പയ്യനാണോ സിനിമയിൽ പാടാൻ വന്നത് എന്നായിരുന്നു. അഗസ്റ്റിൻ ജോസഫിന് ഇരിക്കാൻ കസേര കൊടുത്തു. മകൻ അച്ഛൻ്റെ കസേരയെ പിടിച്ച് പുറകിൽ നിന്നു. കുശലങ്ങൾ തിരക്കി. 1-2 പാട്ടുകൾ കേൾക്കണം, അതാ അവിടെ ഇരുന്ന് പാടിക്കൊള്ളൂ. ഞാനിവിടെ നിന്നോളാം സാർ, അച്ഛൻ്റെ പുറകിൽ തന്നെ നിന്നോളാം എന്ന് പറഞ്ഞു. ശരി, ഇഷ്ടം പോലെ പാടിത്തുടങ്ങാം. മുകേഷിൻ്റെ ഉറുദു ഗസലാണ് യേശുദാസ് ആദ്യമായി പാടിയത്. കർണാടക സംഗീതം പഠിച്ചതല്ലേ, ഒരു ശാസ്ത്രീയ കൃതി പാടൂ എന്നായി MP ശ്രീനിവാസൻ. ത്യാഗരാജ ഭാഗവതരുടെ പ്രഭാത രാമ എന്നുള്ള കീർത്തനം പാടി. MBSന് സ്നേഹപൂർവ്വം സുഹൃത്തുക്കൾ വിളിക്കുന്നത് MBS എന്ന് വിളിക്കുന്നത് MP ശ്രീനിവാസനെയാണ്. MBSന് പയ്യൻ്റെ ആലോപനം വലിയ ഇഷ്ടമായി. ബാക്കിയുള്ളതൊക്കെ ചരിത്രമാണ്, ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ജാതിഭേദം മതദ്വേഷമേതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്നുള്ള ഗുരുവിൻ്റെ മഹത് വചനം യേശുദാസ് പാടി സിനിമയിൽ തുടക്കം കുറിച്ചു. നമ്മളിവിടെ സംസാരിക്കുന്ന വിഷയം യേശുദാസിനെ കുറിച്ചല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യേശുദാസിൻ്റെ പാട്ടുകളെ കുറിച്ചുമല്ല. യേശുദാസിനെ കൊണ്ട് ആദ്യം പാടിച്ച MP ശ്രീനിവാസൻ എന്ന വിചിത്ര മനുഷ്യനെക്കുറിച്ചാണ്. അത് ഈ കഥ മുഴുവൻ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. യേശുദാസിന് തുടക്കമിട്ട MBS വയലാറിൻ്റെ ഒടുക്കത്തെ പാട്ട്, അവസാനത്തെ പാട്ട് റെക്കോർഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ട്യൂൺ ചെയ്യാനുള്ള വിധി നിയോഗമുണ്ടായതും MP ശ്രീനിവാസനാണ്. ഇത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. മാനാമധുരൈ ബാലകൃഷ്ണൻ ശ്രീനിവാസൻ എന്ന പേര് ചുരുങ്ങിയതാണ് MP ശ്രീനിവാസൻ അഥവാ MBS, സ്നേഹമുള്ളവർ MBS എന്ന് വിളിക്കുന്നത്. കലാസംവിധായകനായ ഭരതൻ സിനിമാ സംവിധായകനാകുന്നു പ്രയാണത്തിലൂടെ. അദ്ദേഹം തന്നെ സിനിമ നിർമ്മിക്കുകയും ചെയ്യുന്നു. താൻ സിനിമാ ജീവിതത്തിലെ അവസാന പാട്ടെഴുതാൻ പോവുകയാണെന്ന് അറിയാതെയാണ് വയലാർ ഒരു ഉച്ച നേരത്ത് മദ്രാശിയിലെ MP ശ്രീനിവാസൻ്റെ വീട്ടിൽ കയറി ചെന്നത്.
പാട്ടിൻ്റെ സിറ്റുവേഷൻ പറയുന്നതിനിടയിൽ ലഹരി രുചിച്ചു തുടങ്ങി. കാരണം എം പി ശ്രീനിവാസനും മോശമല്ലാതെ മദ്യപിക്കുന്ന ആളാണ്. വയലാറിൻ്റെ കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല, ഭരതൻ്റെ കാര്യവും ഞാൻ പറയേണ്ട കാര്യമില്ല. രണ്ടുപേരും അക്കാര്യത്തിൽ മോശമല്ല. അപ്പോൾ മൂവരും കൂടി ചേർന്ന് കഴിച്ചു. കവിതയും സംഗീതവും ലഹരിയും എല്ലാം കൂടി പതഞ്ഞു പൊങ്ങി. ഇതിനിടയിൽ സംസാരത്തിനിടയിൽ എന്തോ കാര്യം പറഞ്ഞ് എം പി ശ്രീനിവാസനും വയലാറുമായിട്ട് തർക്കിച്ച് തെറ്റി. വാദപ്രതിവാദങ്ങൾക്കിടയിൽ കേരള കണ്ണദാസൻ്റെ കൺട്രോൾ പോയി. അദ്ദേഹം സ്വയം പറയുന്നതാണ്, ഞാൻ കേരള കണ്ണദാസനാണെന്ന്. പാട്ടെഴുതാൻ എനിക്ക് സൗകര്യപ്പെടില്ല എന്ന പ്രഖ്യാപനത്തോടെ വയലാറ് മുറി വിട്ട് പുറത്തേക്ക് ഇറങ്ങി. അന്ന് തന്നെ അദ്ദേഹത്തിന് ചെന്നൈ വിടണം, അതാണ് പ്രശ്നം. പിറ്റേന്ന് ഏതോ ഒരു ചടങ്ങിൽ വയലാറിന് നാട്ടിലെവിടെയോ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനുണ്ട്. ചെങ്ങന്നൂരോ ചങ്ങനാശ്ശേരിയിലോ എവിടെയാണ് പങ്കെടുക്കാനുള്ളത്. വേറെ ആരെങ്കിലും വെച്ച് പാട്ടെഴുതിച്ചോ എന്ന് വിളിച്ചു പറഞ്ഞ് ഇറങ്ങിയതിലും നാട്ടിലേക്ക് വൈകുന്നേരം പോകാനുള്ള യാത്രയുടെ തിടുക്കം കൂടി ഉണ്ടാവാൻ കാരണമുണ്ട്. അതിനൊരു കാരണം ഉണ്ടാക്കിയതായിരിക്കണം വയലാർ. വേറെ ആരെങ്കിലും വെച്ച് എഴുതിക്കോ, ഞാൻ ഇല്ല, നിൻ്റെ കൂടെ പാട്ട് ചെയ്യാൻ ഞാൻ ഇല്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയാൽ അതുകൊണ്ടായിരിക്കണം. ഇപ്പോൾ പൊയ്ക്കോട്ടെ, ലഹരി വിട്ടിട്ട് കൂട്ടി വരാമെന്നൊന്നും ചിന്തിക്കാൻ പറ്റില്ല. കാരണം വയലാർ നാട്ടിലേക്ക് പോയാൽ പിന്നെ പിടികിട്ടില്ല. എന്ന് കോടമ്പത്തേക്ക് മടങ്ങുമെന്നും ദൈവം തമ്പുരാന് പോലും അറിയാൻ കഴിയില്ല. നാളെ പാട്ട് റെക്കോർഡ് ചെയ്യാൻ എല്ലാ തയ്യാറെടുപ്പുകളും കഴിഞ്ഞിരിക്കുകയാണ്. എം പി ശ്രീനിവാസനും ഭരതനും മുറ്റത്തിറങ്ങിയ കവിയെ തടഞ്ഞു വച്ചു. പാട്ട് എഴുതി തന്നിട്ടേ പോകാവൂ എന്ന് സംഗീത സംവിധായകൻ. നടക്കില്ല എന്ന് വയലാർ. തർക്കം മുറുകിയപ്പോൾ എം പി ശ്രീനിവാസൻ്റെ ഭാര്യ സഹീത ഇടപെട്ടു. മുസ്ലിം സ്ത്രീയാണ്. ബ്രാഹ്മണനായ എം പി ശ്രീനിവാസൻ എന്ന് പറഞ്ഞ വിപ്ലവകാരിയുടെ ഭാര്യ. സ്നേഹത്തിൽ പൊതിഞ്ഞ ക്ഷമാപണങ്ങൾ, അപേക്ഷകൾ അവർ നടത്തി. അപ്പം അതുപോലെ അദ്ദേഹം ഒരു വാശി പിടിക്കുന്നു പറഞ്ഞ നിസ്സാര കാര്യത്തിന് പിണങ്ങുമെങ്കിലും പെട്ടെന്ന് ഇണങ്ങുന്ന ആളാണ് വയലാർ. അപ്പം അതുപോലെ തന്നെ വയലാർ എന്ന ഉള്ളിലെ കലാപകാരി സഹീതയുടെ മുന്നിൽ കീഴടങ്ങി. പെട്ടെന്നൊരു കടലാസും പേനയും തരൂ, ഞാനൊന്ന് എഴുതി നോക്കട്ടെ എന്നായി വയലാർ. സഹീത കൊണ്ടുകൊടുത്ത നോട്ട് ബുക്ക് മുറ്റത്ത് കിടന്ന കാറിൻ്റെ ബോണറ്റിന്മേൽ വെച്ച് തുറന്നു വെച്ചിട്ട് വയലാർ എഴുതി. മൗനങ്ങൾ പാടുകയായിരുന്നു, കോടി ജന്മങ്ങളായി നമ്മൾ പരസ്പരം തേടുകയായിരുന്നു. വെൺചന്ദനത്തിൻ സുഗന്ധം നിറയുന്ന നിന്നന്തരംഗത്തിൻ മടിയിൽ എൻ്റെ മോഹങ്ങൾ വിശ്രമിക്കാൻ ഇന്നൊരേകാന്ത പഞ്ചരം കണ്ടു ഞാൻ. ഇത്ര എഴുതി. പാട്ടിൻ്റെ പല്ലവിയും ആദ്യ ചരണവും എഴുതി തീർത്ത ശേഷം നോട്ട് ബുക്ക് മടക്കി എം പി ശ്രീനിവാസനെ ഏൽപ്പിച്ചിട്ട് വയലാർ പറഞ്ഞു, ഒരു ചരണം കൂടി എഴുതാനുണ്ട്, അത് നാട്ടിലെത്തിയ ഉടനെ ഫോണിൽ വിളിച്ച് പറഞ്ഞുതരാം, തൽക്കാലം ഇത് ചിട്ടപ്പെടുത്തി വയ്ക്കൂ. വയലാർ ഇറങ്ങി. ആ യാത്ര വയലാറിൻ്റെ അവസാന യാത്രയാകുമെന്ന് വയലാറും കരുതിയില്ല, എം പി ശ്രീനിവാസനും കരുതിയിരിക്കില്ല. നാട്ടിൽ വന്ന് കുറച്ച് ദിവസം കഴിയുന്നതിന് മുമ്പ് അദ്ദേഹം രക്തഛർദ്ദിച്ച് പ്രശ്നമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു. തീർന്നല്ലോ. അവസാന വരികൾ എഴുതി കിട്ടാത്തതിനാൽ ഈ ഗാനം ചിട്ടപ്പെടുത്താൻ എം പി ശ്രീനിവാസനൊരു പ്രയാസം. പക്ഷേ ഭരതൻ വിട്ടില്ല. വയലാറിൻ്റെ അവസാനത്തെ ഗാനമല്ലേ, തൻ്റെ ചിത്രത്തിലാണ് വയലാർ അവസാനം എഴുതിയതെന്ന് പറയുന്നത് ഒരു അഭിമാനമല്ലേ എന്നായിരുന്നു ഭരതൻ്റെ ചിന്ത. നിങ്ങൾ ഈ പ്രോഗ്രാം കാണുന്നവർ പ്രയാണം ഒന്നുകൂടി കണ്ടുനോക്കൂ. ഇല്ല എങ്കിൽ ഈ പറഞ്ഞ പാട്ട് മാത്രമായിട്ടൊന്ന് കണ്ടുനോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പാട്ട് പൂർണ്ണമില്ല. പാതി വഴി നിലച്ചു പോയൊരു പാട്ടിനെ മനോഹരമായി എം പി ശ്രീനിവാസൻ ചെയ്തിട്ടുണ്ട്. വയലാർ അപൂർണമായി എഴുതി കൊടുത്ത മൗനങ്ങൾ പാടുകയായിരുന്നു എന്ന പാട്ട് യേശുദാസും ലതികയും പാടിയത് നിങ്ങൾക്ക് പ്രയാണം കണ്ടാൽ കേൾക്കാം. മറ്റൊരു പാട്ട് ബിച്ചു തിരുമലയാണ് എഴുതിയത്. ലെനിൻ രാജേന്ദ്രൻ്റെ പ്രിയപ്പെട്ട സംഗീത സംവിധായകനായിരുന്നു എം പി ശ്രീനിവാസൻ. ആദ്യ ചിത്രമായ വേനലും പിന്നെ ചില്ലും സ്വാതിരുന്നാളും ഒക്കെ ലെനിനു വേണ്ടി എം പി ശ്രീനിവാസനാണ് ചിട്ടപ്പെടുത്തിയത്. സ്വാതിരുന്നാൾ ഇറങ്ങിയതിൻ്റെ പിറ്റേ വർഷം എം പി ശ്രീനിവാസൻ ഈ ലോകം വിട്ടുപോയി. പകരം ലെനിൻ കണ്ടെത്തിയത് എം പി ശ്രീനിവാസന് വയലിൻ വായിച്ചിരുന്ന മോഹൻ സിത്താരയായിരുന്നു പിന്നെ ലെനിൻ്റെ സംഗീത സംവിധായകൻ. എം പി ശ്രീനിവാസൻ ജന്മം കൊണ്ടൊരു തെലുങ്കനായിരുന്നു. പക്ഷേ അച്ഛനും അമ്മയും തമിഴരായിരുന്നു. എന്തുകൊണ്ടോ തമിഴ് സിനിമയിൽ നിന്ന് അവസരങ്ങൾ അദ്ദേഹത്തിന് ഒത്തുവന്നില്ല. എന്നാൽ മലയാളി എം പി ശ്രീനിവാസനെ മലയാളിയായി തന്നെ കണ്ട് സ്നേഹിച്ചു, ആരാധകരായി. സമാന്തര സിനിമാക്കാരുമായും കൂടുതൽ സഹകരിച്ചതിനാൽ എം പി ശ്രീനിവാസനെ കച്ചവട സിനിമാക്കാർ കൂടെ കൂട്ടിയില്ല.
ഭരതൻ്റെയും ലെൻ രാജേന്ദ്രൻ്റെയും എം ഡിയുടെയും കെ ജി ജോർജിൻ്റെയും ഒക്കെ സംഗീത സംവിധായകനായി പോയി അദ്ദേഹം. മണിവത്തൂരിലെ 1000 ശിവരാത്രികൾ എന്ന് പറഞ്ഞ ഫാസിലിൻ്റെ സിനിമയിൽ നെറ്റിയിൽ പൂവുള്ള സ്വർണ്ണ ചിറകുള്ള പക്ഷി എന്ന് പറഞ്ഞൊരു മനോഹരമായ പാട്ടുണ്ട്, കുറുപ്പ് സാർ എഴുതിയത്. എം പി ശ്രീനിവാസൻ സംഗീതം കൊടുത്തതാണ്. വലിയ ഹിറ്റായി. പക്ഷേ എന്നിട്ട് പോലും ഫാസിൽ പോലും പിന്നെ വേറൊരു പടത്തിന് വേണ്ടി അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല. നിശബ്ദതയെ പശ്ചാത്തല സംഗീതമാക്കി മാറ്റാമെന്ന് തെളിയിച്ച സംഗീത സംവിധായകനായിരുന്നു എം പി ശ്രീനിവാസൻ. റീ റെക്കോർഡിങ്ങിലൊരു അപാരമായ ചേഞ്ച് ഉണ്ടാക്കിയ സംഗീത സംവിധായകനാണ് എം പി ശ്രീനിവാസൻ. അടൂർ ഗോപാലകൃഷ്ണൻ്റെ എലിപ്പത്തായത്തിൻ്റെ പശ്ചാത്തല സംഗീതം എം പി ശ്രീനിവാസൻ നൽകുമ്പോൾ എലിപ്പത്തായത്തിൽ വീണ എലിയെ കൊല്ലം കുളക്കടവിലേക്ക് കൊണ്ടുപോകുന്നൊരു മനോഹരമായ സീനുണ്ട്. 2 തമ്പുരവും ഒരു കടവും ചില പാരമ്പര്യ ഉപകരണങ്ങളും മാത്രം ഉപയോഗിച്ചാണ് എം പി ശ്രീനിവാസൻ ആ രംഗം റീ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. എലിപ്പത്തായം കണ്ട ഏതോ വിദേശി അടൂരിനോട് ചോദിച്ചത് ആ രംഗത്തിന് ഏത് ഇലക്ട്രോണിക് വാദ്യോപകരണമാണ് ഉപയോഗിച്ചത് എന്നായിരുന്നു. അത്രയ്ക്ക് കഥാസന്ദർഭവുമായി ഇഴുകിച്ചേർന്ന പശ്ചാത്തല സംഗീതമായിരുന്നു എം പി ശ്രീനിവാസൻ്റേത്. അടൂരിൻ്റെ സ്വയംവരം, എലിപ്പത്തായം, മുഖാമുഖം, കെ ജി ജോർജിൻ്റെ യവനിക, തെലുങ്കിൽ നിമഞ്ജനം തുടങ്ങിയ ലോകപ്രശസ്തമായ സിനിമകൾക്കൊക്കെ റീ റെക്കോർഡ് ചെയ്തത്, പശ്ചാത്തല സംഗീതം നൽകിയത് എം പി ശ്രീനിവാസനായിരുന്നു. മുഖാമുഖത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അപജയത്തെപ്പറ്റി പറയുന്ന വിഷയമായതിനാൽ കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലിൻ്റെ സംഗീത സ്വരങ്ങൾ മാത്രം അദ്ദേഹം ഉപയോഗിച്ചു. നിരവധി നിയോഗങ്ങൾ ശിരസിലേറ്റിയ വ്യക്തിയായിരുന്നു എം പി ശ്രീനിവാസൻ. വെറും ഒരു സംഗീത സംവിധായകൻ മാത്രമല്ല, സംഘാടകൻ, ചലച്ചിത്ര സംഗീതജ്ഞൻ, നടൻ, ട്രേഡ് യൂണിയൻ നേതാവ്, കോറൽ ഗ്രൂപ്പ് സംഗീതാധ്യാപകൻ തുടങ്ങി വ്യത്യസ്ത പന്താവുകളിലൂടെ യാത്ര ചെയ്ത മനുഷ്യനായിരുന്നു. യാഥാസ്ഥിതിക തമിഴ് ബ്രാഹ്മണ കുടുംബാംഗമായി ആന്ധ്രയിലെ ചിറ്റൂരിൽ ജനിച്ച മാനാമധുരൈ ബാലകൃഷ്ണൻ ശ്രീനിവാസൻ എന്ന വലിയ മനുഷ്യൻ. എന്നാൽ ജീവിതം കൊണ്ട് അദ്ദേഹം തികഞ്ഞ ഭാരതീയനായിരുന്നു. മദ്രാസിലെ പ്രസിഡൻസി കോളേജിൽ പഠനം, മദ്രാസ് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ്റെ സജീവ പ്രവർത്തകൻ, ബംഗാളി സംവിധായകൻ നിമോയ് ഘോഷ് ആണ് അദ്ദേഹത്തെ സിനിമയിലെത്തിച്ചത്. തമിഴിൽ തുടക്കം കുറിച്ച് 1962 PB ഉണ്ണി സംവിധാനം ചെയ്ത സ്വർഗരാജ്യത്തിലൂടെ എം പി ശ്രീനിവാസൻ മലയാളത്തിലെത്തി. നാരായണ ഗുരുവിൻ്റെ സന്ദേശം പറയുന്ന കാൽപ്പാടുകൾ ചെയ്യും മുമ്പ് കേരളത്തിൻ്റെ നാടൻ പാട്ടറിവുകൾ നേരിട്ട് പോയി കണ്ട് പഠിച്ച് അറിവ് നേടിയ ശേഷമാണ് അദ്ദേഹം കമ്പോസിങ്ങിനിരുന്നത്. എം പി ശ്രീനിവാസൻ എന്ന സംഗീത സംവിധായകനെ കാലം ഓർക്കുന്നത് മറ്റൊരു തലത്തിൽ കൂടിയാകും. സിനിമയിൽ ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു വിഭാഗമായിരുന്നു സംഗീത വിഭാഗം. ഇപ്പോൾ സംഗീത സംവിധായകനെ അല്ല, അതിൽ വയലിൻ വായിക്കുന്ന, തബല വായിക്കുന്ന, മുഖർശംഖ് വായിക്കുന്ന, വീണ വായിക്കുന്ന ഒരുപാട് സംഗീത വാദ്യങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളുണ്ടല്ലോ. അവരെ ആരും ശ്രദ്ധിക്കില്ല. കാരണം അവരെ നമ്മളറിയേണ്ട കാര്യമില്ല. നമുക്ക് മ്യൂസിക് ഡയറക്ടറുമായിട്ട് നേരിട്ട് സംസാരിച്ച് മ്യൂസിക് ഡയറക്ടർ ഒരു സാധനം ചെയ്ത് കേൾപ്പിച്ചാൽ അതിലിങ്ങനെ ആയിക്കൊള്ളാം അങ്ങനെ ആയിക്കൊള്ളാം എന്ന് പറയുന്നതിനപ്പുറം ഈ ഇരുന്ന് ആരും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ എന്ത് പറ്റിയെന്ന് കേട്ടാൽ ആ കലാകാരന്മാർ അസംഘടിതരായിരുന്നു. ആ കലാകാരന്മാരെ ഒന്നിപ്പിക്കുകയും അവർക്ക് ന്യായമായ ശമ്പളം നേടിക്കൊടുക്കുകയും അത് കൃത്യമായി വാങ്ങിക്കൊടുക്കുകയും ഏതെങ്കിലും ഒരു സംഗീത സംവിധായകൻ്റെ കീഴിൽ ദിവസപ്പണിക്കാരായി അന്നത്തിനുള്ള വക തേടുന്ന വിഭാഗക്കാരായി സംഗീത തൊഴിലാളികൾ ജീവിച്ചിരുന്നിടത്തു നിന്നും അവർക്ക് ശക്തമായ ട്രേഡ് യൂണിയൻ കെട്ടിപ്പടുത്ത നേതാവായിരുന്നു എം പി ശ്രീനിവാസൻ. ഒരു പാട്ടിനോ ഒരു റീ റെക്കോർഡിങ്ങിനോ തബല കൊട്ടാനോ വയലിൻ വായിക്കാനോ പോയാൽ കിട്ടുന്ന തുച്ഛമായ തുകയുമായി മദ്യ ഷോപ്പിൽ കയറി ഈണമിട്ട് താളമിട്ട് മദ്യപിച്ച് നടന്ന ഷാപ്പ് സംഗീതക്കാരെ, അക്കാലത്ത് അവരെ ഷാപ്പ് സംഗീതക്കാരെന്നാണ് വിളിച്ചിരുന്നത്, അദ്ദേഹം ഒന്നിപ്പിച്ച് നിർത്തി മാന്യമായ അവകാശങ്ങൾ വാങ്ങി നൽകി സമ്പന്നന്മാരായി മാറ്റിയെന്ന് പറയാം. ഇപ്പോൾ സിനിമയുടെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ നിങ്ങൾ മദ്രാസിൽ ചെല്ലണം, ഒരു പാട്ട് റെക്കോർഡ് ചെയ്യാനോ റീ റെക്കോർഡിങ്ങിനൊക്കെ ചെന്നാൽ വയലിൻ വായിക്കുന്ന ആളായാലും തബല വായിക്കുന്ന ആളായാലും ശരി, കീബോർഡ് വായിക്കുന്ന ആളായാലും ശരി, അവരൊക്കെ വില കൂടിയ കാറിൽ വന്നിറങ്ങി ഫുഡടക്കം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഗസറ്റ് റാങ്ക് ഉദ്യോഗസ്ഥരെക്കാൾ മാന്യമായിട്ടാണ് അവർ ജീവിക്കുന്നത്. അതിനൊരു പശ്ചാത്തലം ഒരുക്കി കൊടുത്തത് എം പി ശ്രീനിവാസനായിരുന്നു. റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ കെട്ടുറപ്പില്ലാത്ത അടുക്കും ചിട്ടയുമില്ലാത്ത ജീവിതം നയിച്ചു പോകുന്ന സംഗീത തൊഴിലാളികളെ എം പി ശ്രീനിവാസൻ സംഘടിപ്പിച്ചു. സിനിമാ രംഗത്തെ ആദ്യത്തെ ട്രേഡ് യൂണിയൻ സംഘടനയായി സിനി മ്യൂസിഷ്യൻസ് യൂണിയൻ MBS തുടക്കമിട്ടു. ഈ സംഘടന തെന്നിന്ത്യൻ സിനിമയിലെ ട്രേഡ് യൂണിയൻ ചരിത്രത്തിൽ വലിയ വഴിത്തിരിവ് സൃഷ്ടിച്ചു.
ഇതിൻ്റെ ചുവട് പിടിച്ചാണ് മദ്രാസിൽ പെപ്സിയും നടികർ സംഘവും സഹനടികർ സംഘവും ഒക്കെ പിന്നീട് ജന്മം കൊണ്ടത്. ഇന്ന് ചലച്ചിത്ര രംഗത്തെ ഏറ്റവും സമ്പന്നമായ യൂണിയൻ ഏത് എന്ന് ചോദിച്ചാൽ സിനി മ്യൂസീഷ്യൻസ് യൂണിയനാണ് എന്ന് പറയാം. കലാകാരൻ്റെ ദൈക്ഷണിക സ്വത്തിൻ്റെ പകർപ്പവകാശവും അന്തസ്സും ഉറപ്പുവരുത്താൻ ഇന്ത്യൻ പെർഫോമിംഗ് റൈറ്റ്സ് സൊസൈറ്റി IPRS എന്ന് പറഞ്ഞ സൊസൈറ്റി നിലവിൽ വന്നതും അത് ഉണ്ടാക്കിയതും MP ശ്രീനിവാസനായിരുന്നു. കിട്ടുന്ന കാശ് ഷാപ്പിൽ കൊടുത്തിട്ട് കേടുപറ്റിയ വാദ്യോപകരണങ്ങളുമായി വീണുടയുന്ന അല്ലെങ്കിൽ വീടണയുന്ന കെട്ടിയവന്മാരെ നേർവഴിക്ക് നയിക്കാനും കുടുംബ ഭദ്രത ഉണ്ടാക്കാനും വഴി തുറന്ന MBSനെ സംഗീത തൊഴിലാളികളുടെ ഭാര്യമാരും അമ്മമാരുമൊക്കെ കൺകണ്ട ദൈവമായി കണ്ടിരുന്നു. 60 വർഷം പിന്നിട്ട ആ പ്രസ്ഥാനം കാരണം സംഗീത മേഖലയിലുള്ളവർ മാന്യമായി ജീവിക്കുന്നു എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ മദ്രാസിൽ പാട്ട് റെക്കോർഡ് ചെയ്യാനോ അല്ലെങ്കിൽ റീറെക്കോർഡ് ചെയ്യാനോ ഒക്കെ ചെന്നാൽ സ്റ്റുഡിയോയിലേക്ക് മ്യൂസീഷ്യന്മാർ വരുന്ന കാണണം. ഇപ്പോൾ തബല വായിക്കുന്ന ആളായാലും ശരി, കീബോർഡ് വായിക്കുന്ന ആളായാലും ശരി, മുഖർശംഖ് വായിക്കുന്ന ആളായാലും ശരി, ഗിത്താർ വായിക്കുന്ന ആളായാലും ശരി, കാറിലൊക്കെ വന്നിറങ്ങി ആഹാരത്തിൻ്റെ പാത്രമൊക്കെ ആയിട്ട് വന്ന് അന്തസ്സായിരുന്ന് ഒരു കാൾ ഷീറ്റാണെങ്കിൽ ഒരു കാൾ ഷീറ്റ്, 2 കാൾ ഷീറ്റാണെങ്കിൽ 2 കാൾ ഷീറ്റ് പാടി പോകുന്നതിന് മുമ്പ്, അതായത് റിഹേഴ്സൽ കഴിഞ്ഞ് ടേക്കിന് മുമ്പ് അവരുടെ പൈസ കൊടുക്കണം. അത് വാങ്ങി അന്തസ്സായിട്ട് പോകുന്നത് കാണാം. അതിന് വഴിയൊരുക്കിയത് തീർച്ചയായിട്ടും MP ശ്രീനിവാസനാണ്. സ്വാതന്ത്ര്യ സമര സേനാനിയും കാശ്മീരിയുമായിരുന്ന സൈഫുദ്ദീൻ കിച്ചിലുവിൻ്റെ മകൾ സാഹിദ കിച്ചിലുവാണ് ബ്രാഹ്മണനായ MP ശ്രീനിവാസൻ്റെ ഭാര്യ. ദേശീയബോധവും മതേതര കാഴ്ചപ്പാടുമുള്ള അച്ഛൻ്റെ മകളായിരുന്നതിനാൽ MBSൻ്റെ ഭാര്യയാവാൻ അവർക്കൊരു വൈഷമ്യവും ഉണ്ടായില്ല. അടുപ്പക്കാരൊക്കെ MD പോലും ഭാബി എന്നാണ് അവരെ വിളിച്ചിരുന്നത്. ഭാബി. സാഹിദയുടെ സഹോദരൻ പാകിസ്ഥാനിലാണ് ജീവിക്കുന്നത്. പലപ്പോഴും അദ്ദേഹം പെങ്ങളെ പാകിസ്ഥാനിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. MBSനെ വിട്ടൊരു ജീവിതം തനിക്കാവില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം അവർ സഹോദരനോട് പറഞ്ഞു. അയാൾ നമ്മളെ പാരമ്പര്യമായി നമ്മൾ ജനിച്ച പാകിസ്ഥാനിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ഒരുപാട് ബ്രെയിൻ വാഷ് ചെയ്ത് നോക്കി, പക്ഷെ നടന്നില്ല. കാരണം എൻ്റെ എല്ലാം എന്ന് പറയുന്നത് MP ശ്രീനിവാസനാണെന്ന് അവർ അടിയുറച്ച് വിശ്വസിച്ചു. അവർക്ക് ഏക മകനാണ്, കബീർ എന്നാണ് മകൻ്റെ പേര്. അതിലൊന്നും MP ശ്രീനിവാസനൊരു പ്രശ്നവുമില്ല, എന്ത് പേരിട്ടാലും. അല്ലാതെ ഞാനൊരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ഒരാളായതുകൊണ്ട് എൻ്റെ മകന് ബ്രാഹ്മണ കുടുംബത്തിലുള്ളൊരു പേരിടണം, ബ്രാഹ്മണ സമുദായത്തിലൊരു പേരിടണമെന്നൊന്നും അദ്ദേഹം വാശി പിടിച്ചില്ല. കബീർ എന്നാണ് പേരിട്ടത്. അച്ഛനെ പോലെ മിടുക്കനായിരുന്നു മകനും. സംഗീതത്തിലും ഇംഗ്ലീഷ് കവിതയിലുമൊക്കെ തൽപരനായിരുന്നു. അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കബീറിനെ പഠിക്കാൻ അയച്ചു. MG വാസുദേവൻ നായർ സാർ പറയുന്നത്, കബീറിനെ കുട്ടിക്കാലം മുതൽ എനിക്കറിയാം. ചിത്തരഞ്ജൻ റോഡിലെ വീട്ടിൽ MBSുമായി സംസാരിച്ചിരിക്കുമ്പോൾ പശ്ചാത്തലത്തിൽ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് കേട്ട് രസിച്ചിരിക്കുന്ന കുട്ടിയായിരുന്നു കബീർ. അവൻ കവിതകൾ എഴുതിയിരുന്നു ഇംഗ്ലീഷിൽ. ഭാവി നിർബന്ധിക്കുമ്പോൾ മടിച്ചാണെങ്കിലും അവൻ കവിതകൾ MGയെ കാണിക്കുമായിരുന്നു. ഹോട്ടൽ മുറികളിൽ MGയെ കാണാൻ MBS വരുമ്പോൾ കബീറിനെ കൂടെ കൊണ്ടുവരുമായിരുന്നു. അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവനെ ചേർത്തുവെന്ന് MG പിന്നീട് അറിഞ്ഞു. പിന്നെ MP ശ്രീനിവാസൻ്റെ വീട്ടിൽ MG ചെല്ലുമ്പോൾ കബീർ അകത്തുണ്ടെങ്കിലും പുറത്തേക്ക് വരില്ല. വായിക്കുകയോ പഠിക്കുകയോ ആയിരിക്കുമെന്ന് MG കരുതി. മാസങ്ങൾ കഴിഞ്ഞ് ഒരു നാൾ MP ശ്രീനിവാസൻ MGയെ കാണാൻ ഹോട്ടൽ മുറിയിൽ വന്നപ്പോൾ കബീറിനെയും കൊണ്ടുവന്നു. പഴയ കബീറല്ല മുന്നിലിരിക്കുന്നതെന്ന് MG ശ്രദ്ധിച്ചില്ല. അവനിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടായെന്നൊന്നും MG ശ്രദ്ധിച്ചില്ല. കാരണം അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ, MP ശ്രീനിവാസൻ്റെ മകനല്ലേ. അവനെ കൂടി ഉൾപ്പെടുത്തി സംസാരിക്കാൻ MP ശ്രീനിവാസൻ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. അതും MG ശ്രദ്ധിച്ചില്ല. പൊടുന്നനെ കബീർ ചാടി എഴുന്നേറ്റു. ഉച്ചത്തിൽ ഭയങ്കരമായി ക്ഷോഭിച്ചുകൊണ്ട് MGയോട് കബീർ കയർത്തു. അത് ചോക്കിയേ, MG സാറിൻ്റെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി മലയാളികൾ മുഴുവൻ ഇരിക്കുമ്പോൾ കബീർ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ അദ്ദേഹം താമസിക്കുന്ന ഹോട്ടൽ മുറിയിലേക്ക് വന്നിട്ട് ആർത്തട്ടഹസിച്ച് അദ്ദേഹത്തോട് കയറി കയർത്തു. ശരിക്കും MG അമ്പരന്ന് പോയി. അവൻ കടന്നു വന്നപ്പോൾ MG അവനെ അഭിവാദ്യം ചെയ്തില്ല എന്നതാണ് കബീറിനെ ക്ഷോഭത്തിന് കാരണമാക്കിയത്. MBS പെട്ടെന്ന് അവൻ്റെ തോളത്ത് കൈയിട്ട് പുറത്തെ വരാന്തയിലേക്ക് കൊണ്ടുപോയി. കുറേ കഴിഞ്ഞ് MG പതിയെ
പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അച്ഛനുമില്ല മകനുമില്ല. എം ടി വിചാരിച്ചു പുറത്തിറങ്ങിയ അച്ഛൻ എന്തോ പറഞ്ഞ് അവനെ ഒതുക്കിയൊക്കെ നിർത്തിയിരിക്കുകയായിരിക്കും. കയറി വാ എന്ന് പറഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞ് എം ടി ഇറങ്ങി ചെല്ലുമ്പോൾ രണ്ടുപേരും ഇല്ല, അവർ പോയി. അന്ന് രാത്രി എം പി ശ്രീനിവാസൻ എം ടിയെ വിളിച്ചു. അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ പോയി മാസങ്ങൾക്കുള്ളിൽ കബീർ മയക്കുമരുന്നിന് അടിമയായി. വൈകിയാണ് MBSഉം ഭാവിയും ഈ വിവരം അറിയുന്നത്. അതുകൊണ്ടാണ് എം ടിയെ പിന്നെ വീട്ടിലേക്ക് വിളിക്കാത്തത് എന്ന് അന്ന് രാത്രി എം ടിയോട് എം പി ശ്രീനിവാസൻ പറയുമ്പോഴാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്. അടുപ്പക്കാരുമായി ഇടപെടിച്ചാൽ ഈ അവസ്ഥ മാറ്റിയെടുക്കാനാവുമെന്ന് ഡോക്ടർമാർ എം പി ശ്രീനിവാസനോട് പറഞ്ഞു. അതിൻ്റെ തുടക്കം അടുപ്പക്കാരുമായി ഇങ്ങനെ മിങ്കിൾ ചെയ്താൽ കുറച്ച് ഗ്രാജുവലായിട്ട് ഇദ്ദേഹം ലഹരിയിൽ നിന്നൊക്കെ മുക്തരാവുകയും ഈ പെട്ടെന്ന് ദേഷ്യം വരുന്നതൊക്കെ അവസാനിപ്പിക്കുമെന്ന് വിചാരിച്ചു. ഒരു പരീക്ഷണം എന്ന നിലയ്ക്കാണ് ആദ്യമായിട്ട് എം ടിയെ കാണാൻ വന്നപ്പോൾ മകനെ കൂടി എം പി ശ്രീനിവാസൻ കൊണ്ടുവന്നത്. ഇതിലും ഭീതിജനകമായ ഒരു കാഴ്ചയാണ് പത്രപ്രവർത്തകനായ PK ശ്രീനിവാസൻ പറയുന്നത്. KK നഗറിലെ 11-ാം സെക്ടറിലെ വീട്ടിൽ നേരത്തെ പറഞ്ഞുറപ്പിച്ച ഒരു ഇൻ്റർവ്യൂവിനായി PK ശ്രീനിവാസൻ എത്തി. ചെല്ലുമ്പോൾ വീട്ടിലുണ്ടായിരുന്ന ഫ്രിഡ്ജ്, ഫാന്, വാഷിംഗ് മെഷീൻ, എന്തെല്ലാം വീട്ടു സാധനങ്ങളുണ്ട് എല്ലാം അടിച്ച് പൊട്ടിച്ച് വീടിൻ്റെ മുറ്റത്തും കോലായിലും ഒക്കെ ഇട്ടിട്ടിരിക്കുന്നു. ആ അവശിഷ്ടങ്ങളുടെ ഒരറ്റത്ത് ഒരു കസേരയിൽ കിന്നനായി എം പി ശ്രീനിവാസൻ ഇരിക്കുന്നു. PK ശ്രീനിവാസനെ കണ്ടപ്പോൾ എണീറ്റ് അദ്ദേഹം സ്വീകരിച്ചു. അദ്ദേഹം ഒളിച്ചൊന്നും വെച്ചില്ല, എണീറ്റ് വന്ന് സ്വീകരിച്ചു. സംഗീതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപജയത്തെപ്പറ്റി ചില ചോദ്യങ്ങൾ ചോദിക്കാനാണ് PK ശ്രീനിവാസൻ ചെന്നത്. അദ്ദേഹം 45 മിനിറ്റ് ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു. ഇരുവരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അകത്ത് കബീർ നടത്തുന്ന യുദ്ധത്തിൻ്റെ കലാശക്കൊട്ട് PK ശ്രീനിവാസന് കേൾക്കാം. പക്ഷേ അങ്ങനെ അകത്ത് ഭയങ്കരമായി ബഹളം ഉണ്ടാക്കുന്ന കേട്ടിട്ടും എം പി ശ്രീനിവാസൻ അത് ശ്രദ്ധിക്കുന്നേയില്ല. കാരണം ദിവസവും നടക്കുന്ന കലാപരിപാടിയായിരിക്കാം. ഒരു അച്ഛൻ്റെ ഗതികേട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വിങ്ങിപ്പൊട്ടുന്ന അമ്മയുടെ സ്വാന്തന വാക്കുകൾ ഇടയ്ക്കിടെ കേൾക്കുന്നുണ്ട്. മോനെ ആശ്വസിപ്പിക്കാൻ അമ്മ ശ്രമിക്കുന്നതും ഇടയ്ക്കിടയ്ക്ക് PK ശ്രീനിവാസൻ കേൾക്കുന്നുണ്ട്. PK ശ്രീനിവാസൻ ചെന്ന വിഷയത്തിലൂന്നി സംസാരിച്ച് യാത്ര പറഞ്ഞ് ഗേറ്റ് വരെ കൂടെ ചെന്ന് എം പി ശ്രീനിവാസനെ യാത്രയാക്കി. PK ശ്രീനിവാസൻ പറയുന്നത് 2 വർഷം കഴിഞ്ഞ് 1988 മാർച്ച് 9 63-ാമത്തെ വയസ്സിൽ യൂത്ത് കൊയറിലേക്ക് യുവാക്കളെ പരിശീലനം നൽകാൻ ലക്ഷദ്വീപിലെത്തിയ എം പി ശ്രീനിവാസൻ ഹൃദയസ്തംഭനം വന്ന് ലക്ഷദ്വീപിൽ വെച്ച് മരിച്ചു. പിറ്റേന്ന് ഹെലികോപ്റ്ററിൽ മൃതദേഹം മദുരാശിയിലെത്തിച്ചു. വിവരമറിഞ്ഞ് രാത്രി തന്നെ വെസ്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞ ട്രെയിനിൽ കയറി MT വാസുദേവൻ നായർ ചെന്നൈക്ക് പോയി. അന്ന് മദ്രാസിൽ നല്ല മഴയായിരുന്നു. നേരെ ശ്മശാനത്തിലേക്കാണ് MT ചെന്നത്. വലിയ ആൾക്കൂട്ടമൊന്നുമില്ല. ഈ MBSൻ്റെ യൂത്ത് കൊയറിലെ സംഘാംഗങ്ങൾ MTയെ വന്ന് കണ്ടു. മഴ പെരുമഴയായി മാറി. പലരും അതിനാലാവും വരാത്തത് എന്നാണ് MT പറയുന്നത്. പക്ഷെ അതൊന്നുമല്ല. MB ശ്രീനിവാസനെയൊക്കെ പോലുള്ളവരെ കമേഴ്ഷ്യൽ സിനിമാക്കാർ അല്ലെങ്കിൽ മദ്രാസിലുള്ള സിനിമാക്കാരന്മാർ ആ വിലയിലേ കണ്ടുള്ളന്നേ. അദ്ദേഹം പടുത്തുയർത്തിയ എന്താ പറയുക, മ്യൂസിഷ്യന്മാരുടെ സംഘടനയിലെ ആൾക്കാർ എത്ര വന്നു എന്ന് പോലും സംശയമാണ്. ഇനിയും കാത്തിരിക്കേണ്ട, ചടങ്ങുകൾ തുടങ്ങാമെന്നായി ആരോ ഒരാൾ പറഞ്ഞു. ഇനി ഈ പേമാരി പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇനി ആരും വരാനൊന്നുമില്ലെന്നേ, നമുക്കെടുക്കാം എന്ന് പറഞ്ഞു. യൂത്ത് കൊയറുകാർ തന്നെ ചടങ്ങുകൾ ഏറ്റെടുത്തു. അപ്പോൾ മകൻ കബീർ ചികിത്സാർത്ഥം ആശുപത്രിയിലാണ്. അപ്പോൾ അച്ഛനെ അവസാനമായി കാണാൻ പോലും കബീറിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. MB ശ്രീനിവാസൻ മരിച്ച് 4 വർഷം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചു. ഓർമ്മകൾ നഷ്ടപ്പെട്ട ജീവച്ഛവമായ കബീർ MBS മരിച്ച് 7 വർഷം കഴിയുമ്പോൾ എന്താ പറയുക, മരിച്ചു എന്ന് പറയാം, അല്ലെങ്കിൽ ജീവിച്ചു മരിച്ചു എന്ന് പറയാം. ഭാരതിയാർ മുതൽ നിരവധി പേരുടെ കവിതകളും പാട്ടുകളും തൻ്റെ ശൈലിയിൽ ഇമ്പമുള്ള പാട്ടുകളായി അവതരിപ്പിച്ച, സംഗീത ലോകത്ത് പ്രവർത്തിക്കുന്നവരുടെ ഉന്നമനത്തിനായി ട്രേഡ് യൂണിയൻ സംഘടിപ്പിച്ച, തമിഴിനായി തെലുങ്കിൽ ജന്മമെടുത്ത് മലയാളത്തെ സ്നേഹിച്ച MB ശ്രീനിവാസൻ ഒരു ദുരന്ത നായകനായിരുന്നു എന്നും, പക്ഷേ ഒരിക്കലും അദ്ദേഹം ഞാനൊരു ദുരന്ത നായകനാണെന്ന് മറ്റുള്ളവർ അറിയരുത് എന്ന് ബോധപൂർവം ശ്രമിച്ചിരുന്ന ആളായിരുന്നു. ജോൺ അബ്രഹാമിൻ്റെ അഗ്രഹാരത്തിൽ കഴുതയിൽ നായകനായി അഭിനയിച്ച MB ശ്രീനിവാസൻ. MT വാസുദേവൻ നായർ ഒരു സിനിമയ്ക്ക് പാട്ടെഴുതിയുള്ളൂ, വളർത്തുമൃഗങ്ങൾ. അതിന് ഈണമിടാനുള്ള ഭാഗ്യം ലഭിച്ച MB ശ്രീനിവാസൻ യേശുദാസിനെ കൊണ്ട് ആദ്യമായി പാടിക്കാനും വയലാറിൻ്റെ അവസാനത്തെ പാട്ട് സംഗീതം നൽകാനും ഇടയായ MB ശ്രീനിവാസൻ. അദ്ദേഹത്തെ പറ്റി പറയാൻ നിരവധി വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു വിഷയമുണ്ടല്ലോ, ഇപ്പോൾ യൂട്യൂബ് പറയുന്നത്
30 മിനിറ്റിൽ താഴെ വെച്ച് പ്രോഗ്രാം ചുരുക്കണം എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് MP ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ആ വലിയ മനുഷ്യസ്നേഹിയായ, തൊഴിലാളി സ്നേഹിയായ, സംഗീതത്തിന് വേണ്ടി ജീവിച്ച, സ്വന്തമായ ഒരു ശൈലി സിനിമയിൽ രൂപപ്പെടുത്തിയെടുത്ത MP ശ്രീനിവാസൻ എന്നുള്ള അനുഗ്രഹീത കലാകാരനെക്കുറിച്ച് ഇനിയും പറയാനുള്ള കാര്യങ്ങൾ വേറൊരു എപ്പിസോഡിൽ ഇനി ഒരിക്കൽ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് അനശ്വര കലാകാരനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട്, സിനിമാ സുഹൃത്തുക്കളിൽ കുറച്ച് പേരെ MT സാറിനുള്ളൂ. അതിലൊരാളായിരുന്നു MP ശ്രീനിവാസൻ. അദ്ദേഹത്തെ പറ്റി MT സാറ് എന്നും ബഹുമാനത്തോടെ സംസാരിക്കുമായിരുന്നുള്ളൂ. MT സാറിനും ചേർത്ത്, MP ശ്രീനിവാസനും ഭാര്യയ്ക്കും MT സാറിനുമൊക്കെ, അല്ലെങ്കിൽ ആ ഹതഭാഗ്യനായ മകൻ കബീറിനും ചേർത്ത് ആത്മാഞ്ജലി നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.